ഇവിടെ നമ്മുടെ ഹീറോയിന് മോളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് അവളെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തതിനു ശേഷം തിരിച്ച് മോളെ കൂട്ടാൻ വേണ്ടി പോവാണ്. അവിടെ ചെന്നപ്പോഴാണ് ഇവൾ അറിയുന്നത് ഇവളുടെ മകൾ അവിടെ ഇല്ലെന്നും ഇവൾ പറഞ്ഞ പോലെ അവളുടെ മകളുടെ ക്ലാസ്സിൽ സരസ്വതി എന്ന് പറഞ്ഞ ഒരു പെണ്ണെ ഒരു കൊച്ചേ ഇല്ലെന്ന് പറയാണ്. ഞാൻ അങ്ങോട്ടേക്ക് പോലീസിനെ ഇവൾ വിളിച്ചു വരുത്താണ്. അങ്ങനെ അവിടുത്തെ ഇൻസ്പെക്ടറും അണാതായിരിക്കുന്ന കൊച്ചിൻ്റെ ഫോട്ടോ കാണിച്ച് ചോദിച്ചു. അവർക്ക് ആർക്കും അങ്ങനെ ഒരു കൊച്ചിനെ കുറിച്ച് അറിയത്തില്ല. അങ്ങനെ ഇൻസ്പെക്ടറും 24 മണിക്കൂർ വെയിറ്റ് ചെയ്ത് എന്നിട്ടും കണ്ടില്ലെങ്കിൽ സ്റ്റേഷനിൽ വന്നിട്ട് ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് തരാൻ വേണ്ടി പറയാണ്. ഇങ്ങനെ ഇവൾ ടെൻഷൻ അടിച്ച് വീട്ടിലിരിക്കുമ്പോൾ തന്നെ രാത്രി ഇവളുടെ മകൾ കോൾ ചെയ്തിട്ട് അമ്മേ ഞാൻ പ്രിൻസിപ്പളുടെ ഓഫീസിലാണുള്ളത്, പ്രിൻസിപ്പളും 2 പേരും ചേർന്നിട്ട് എൻ്റെ അടുത്ത് തെറ്റായിട്ട് നടന്നെന്ന് പറഞ്ഞിട്ട് എന്നെ രക്ഷിക്കാൻ വന്ന് പറയാണ്. അങ്ങനെ ഇവളും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോവാണ്. ഇവളും ആ പ്രിൻസിപ്പളുടെ ഓഫീസിൽ ചെന്ന് നോക്കുമ്പോൾ മകൾ അവിടെ മരിച്ചു കിടക്കാണ്. ഇത് മാത്രമല്ല ഇത് ചെയ്തവർ ഫോണിൽ വീഡിയോ എടുത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവളും അടുത്ത ദിവസം പോലീസിൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ മകളുടെ അടുത്ത് 3 പേര് തെറ്റായിട്ട് കടന്ന് അവളെ കൊന്നു കളഞ്ഞു. ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ചീത്തപ്പേരാവെന്ന് വിചാരിച്ചിട്ട് അവൾ ആരും അറിയാതെ ഞാൻ തന്നെ കുഴിച്ചു മൂടി എന്ന് പറയണം അവൾ. അങ്ങനെ ഇൻസ്പെക്ടറും നീ ചെയ്തത് വലിയ തെറ്റാണ്, ശരി മകൾ എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് വന്ന് കാണിക്കാൻ പറഞ്ഞത്. കുഴിച്ചിട്ട സ്ഥലം പോയി നോക്കിയത് ആ കൊച്ചിൻ്റെ ബോഡിയേ ഇല്ല അവിടെ. അവളും ഞാൻ ഇവിടെ തന്നെയാണ് കുഴിച്ചിട്ടത്. അവരെല്ലാം ഒരു ഫോണിൽ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ പ്രിൻസിപ്പളുടെ റൂമിലാണുള്ളത്, വാ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയത് റൂമിലുള്ള എല്ലാ കാര്യങ്ങളും മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ഇൻസ്പെക്ടറും ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്ന് പോകണം. അങ്ങനെ ഈ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് നേർമയായിട്ടുള്ള രാമാനുജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വക്കീലിനെ പോയി കാണാൻ അവൾ. അങ്ങനെ ആ വക്കീലും നീ പറയുന്ന കാര്യത്തിന് ഒരു എവിഡൻസും ഒരു വിറ്റ്നസ്സും ഒന്നുമില്ല, തെളിവില്ല, പക്ഷേ നീ പറയുന്നതിൽ എന്തോ സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് നിന്റെ കേസ് ഞാൻ എടുക്കാമെന്ന് പറയാണ്. ഞാൻ ആ സ്കൂളിൽ 15 വർഷമായിട്ട് പ്രിൻസിപ്പളായിട്ടുള്ള അയാളെ ചോദ്യം ചെയ്യുമ്പോൾ ഹീറോയിനും മോളുടെ അടുത്ത് തെറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇയാളല്ലെന്ന് പറയാണ്. അങ്ങനെ സ്കൂളിലുള്ള ഓരോരുത്തരുടെ ഫോട്ടോയും കാണിക്കുമ്പോഴും മൊത്തം മാറ്റി മാറ്റി പറയണ അവൾ. അങ്ങനെ ആ വക്കീലും നിങ്ങൾക്ക് തന്നെ ഒരു കാര്യത്തിൽ ഒരു ഉറപ്പില്ല, അതുകൊണ്ട് ഈ കേസ് എനിക്ക് എടുക്കാൻ പറ്റില്ലെന്ന് പറയണം അയാൾ. അങ്ങനെ നമ്മുടെ ഹീറോയിനും ഈ സമൂഹത്തിലെ വലിയ സ്ഥാനത്തുള്ള 3 പേരെ കൊന്നിട്ട് നിങ്ങൾ കാരണമാണ് എൻ്റെ മകൾക്ക് നീതി കിട്ടാത്തത്, അതുകൊണ്ടാണ് ഞാൻ അവരെ കൊന്നതെന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് സറണ്ടർ ആവാണ്. ജഡ്ജി ഇവളെ ജയിലിൽ അയച്ചിട്ട് ഈ കേസിൻ്റെ മൊത്തം ഡീറ്റെയിലും സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രാമാനുജൻ തന്നെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ആ രാമാനുജവും നമ്മുടെ ഹീറോയിൻ്റെ എക്സ് ഹസ്ബൻഡ് എടുത്തിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പോവാണ്. അയാളും പറയാണ് ഞങ്ങൾ നല്ല രീതിക്ക് തന്നെയാണ് കല്യാണം കഴിച്ചു, പക്ഷേ ഞങ്ങളുടെ ഇടയിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പിരിഞ്ഞു എന്ന് പറയാണ്. മാത്രമല്ല അവർക്ക് കുഞ്ഞേ ഇല്ലെന്ന് പറയാണ്. ഞാൻ ആ രാമാനുജനും കാണാതായിട്ടുള്ള അവളുടെ മകളുടെ ഫോട്ടോ കാണിച്ചിട്ട് ആരാൻ ചോദിച്ചിട്ടും ഇത് അവൻ്റെ വൈഫിൻ്റെ തന്നെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ ആണെന്ന് പറയാണ്. ഞാൻ അവളെ ഒരു സൈക്കോളജി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് അവളെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചൊക്കെ അവർ അറിയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വേണം മനസ്സിലാവുന്നത് ചെറുപ്പത്തിൽ ഹീറോയിൻ അവളുടെ ഫാമിലിയായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ ഇപ്പോൾ അവളുടെ മകൾക്ക് നടന്നെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും അവക്കാണ് നടന്നിട്ടുള്ളത്. ചോക്ലേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പളുടെ ഓഫീസിൽ പോയപ്പോഴായിരിക്കും ഇപ്പോൾ ഹീറോയിൻ കൊന്നിട്ടുണ്ടായിരുന്ന ആ 3 പേരും ആ ടൈമിൽ അവളുടെ അടുത്ത് തെറ്റായിട്ട് നടന്നിട്ടുണ്ടാവുക. പിന്നെ ഇവളുടെ പാരൻസും മോളെ കാണാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ടൈമിലായിരിക്കും ഇവളുടെ മകൾ വിളിച്ചെന്ന് പറഞ്ഞ പോലെ ഇവളുടെ അച്ഛനും അമ്മയ്ക്കും ഫോൺ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ അവളുടെ പാരൻസ് അവിടെ വന്ന് അവളെ രക്ഷിച്ച് ഹോസ്പിറ്റലിലാക്കാണ്. പിന്നെ ഇതൊന്നും അവർ കൂടുതൽ പ്രശ്നമാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വരട്ടാൻ വേണ്ടിയിട്ട് ഈ നടന്ന കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വീഡിയോ എവിഡൻസ് എങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഒരു വക്കീലിൻ്റെ അടുത്ത് കൊടുത്തതും ആ വക്കീലിനെ തന്നെ കടത്തി വെച്ചിട്ട് ആ എവിഡൻസ് ഇല്ലാതാക്കാണ് അവർ. അത്രല്ല ഇനി പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവളുടെ അച്ഛനും അമ്മയും അവരുടെ മുമ്പിൽ തന്നെ തീ വെച്ച് കൊളുത്താണ്. ഇതൊക്കെ രാമാനുജൻ ജഡ്ജിൻ്റെ അടുത്ത് പറഞ്ഞതും അവർക്ക് 6 മാസം മെൻ്റൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടി പറയാണ്. 6 മാസത്തിന് ശേഷം ഈ രാമാനുജൻ അവളെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് ഒരു കാര്യം തന്നെ മനസ്സിലാവുന്നത്. ആക്ച്വലി ഹീറോയിൻ അവളുടെ ഹസ്ബൻഡ് കൂടെ ഉള്ളപ്പോഴാണ് അവർക്ക് പഴയ കാര്യങ്ങളൊക്കെ ഒരു ട്രോമ പോലെ ഓർമ്മ വരുന്നത്. ഇനി ഈ കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞപ്പോൾ പുള്ളിയാണ് ഇവരൊക്കെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ട് തന്നെ. അതുകൊണ്ടാണ് അവരൊക്കെ അവളുടെ കൈ കൊണ്ട് തന്നെ കൊല്ലിച്ചിട്ട് ഇപ്പോൾ മെൻ്റൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് റിലീസും ആയിരിക്കുന്നത്. രാമാനുജവും നമ്മളെ ഇതിൽ യൂസ് ചെയ്തല്ലോ എന്ന് വിചാരിച്ചെങ്കിലും അവൾക്ക് അപ്പം കിട്ടാത്ത നീതി ഇപ്പം കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് ആശ്വസിക്കുകയാണ്.